അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അമ്പിളി തോമസ്. ഇതെൻ്റെ ഭർത്താവ് തോമസ്. ഇതെൻ്റെ മൂത്ത മകൻ ജെറിൻ. ഇതെൻ്റെ രണ്ടാമത്തെ മകൻ ഷെറിൻ. ഞങ്ങൾ കട്ടപ്പന അന്യാർതോളു സെൻറ്റ് തോമസ് ഇടവക അംഗങ്ങളാണ്. ഞാൻ 8/11/22 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. എനിക്കിവിടെ വരണമെന്നും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്നും അതിയായ ആഗ്രഹമായിരുന്നു. പത്രമൊക്കെ ഇതിനു മുമ്പ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ എൻ്റെ മൂത്ത മകൻ UK പോകാൻ എല്ലാ കാര്യങ്ങളും ശരിയായി കൊണ്ടിരിക്കുമ്പം എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇച്ചിരൂടെ പ്രാർത്ഥിക്കണം എന്ന ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ വന്ന് പക്ഷേങ്കിൽ ഞാൻ ഇവിടെ 6 ആവശ്യങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിച്ചു പോയി, മാതാവേ എനിക്ക് ഇവിടുത്തെ അച്ഛനെയും കാണണ്ട, ഇവിടെ സാക്ഷ്യവും പറയാൻ പറ്റത്തില്ല, എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരണം എന്ന് പറഞ്ഞിച്ച് ഞാൻ ഇവിടുന്ന് പോയി. ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴത്തേന് ഈ കൊച്ചിനെ കെ കോളേജിൽ കൂട്ടുകാരുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപ്പെടുത്തി. അന്നേരം ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഇപ്പോൾ ഈ ഇളയ കൊച്ച് വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഇവിടെ വന്നു. ഈ കൊച്ച് കൂട്ടുകാരുടെ അടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാനിവിടെ വന്നിരുന്നു. ഇവിടെ കേൾക്കുമ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം കേൾക്കണം. ഞാൻ ആ ലാസ്റ്റാണ് അവിടെ ഇരുന്ന് ഞാൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴത്തേന് എനിക്ക് ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഇതുപോലെ വന്ന് ഞാൻ പലയിടത്തും പല ആരാധനകളിലെല്ലാം പോയി കൂടുകയും അച്ഛന്മാരിങ്ങനെ സാക്ഷ്യം എഴുതി വായിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവ് അവൾക്ക് ഒരു കള്ളം പറയാൻ ഇവിടെ കയറി എന്ന് പറയാൻ പറ്റത്തില്ല, അമ്മ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കുളിര് കോരുവാണ് ഇവിടുത്തെ സാക്ഷ്യം കേട്ടിട്ട്. എന്നിട്ട് ഞാൻ പയ്യെ ആ മാതാവിൻ്റെ നേരെ അങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കൊച്ചിന് UK 3 ദിവസം താമസിക്കാൻ ഒരിടം വേണം. അത് 16 ജനുവരി 11 ഇവിടുന്ന് പോകും, 12 അവിടെ ചെല്ലും. 3 ദിവസം താമസിക്കാൻ ഒരിടം വേണം. 16-ാം തീയതി ഇവന് റൂം കിട്ടും, അതുവരെ താമസിക്കാൻ ഒരിടമില്ല. മാതാവേ ഇവനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ആരോരും ഇല്ലാത്തടത്ത് ബാഗും എല്ലാം തൂക്കി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന അവസ്ഥ. അമ്മ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവൻ പോകും എന്ന് ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഇറങ്ങി. അന്നേരം എനിക്കൊരു സിസ്റ്ററിനെ കാണാനുണ്ടായിരുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ. അവിടുത്തെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിരുന്ന് മാതാവ് ഇങ്ങനെ തോന്നുവാണ്, എൻ്റെ അമ്മായിമ്മയുടെ ചേട്ടത്തി കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്നുണ്ട്, അവരുടെ അനുഗ്രഹം കൂടെ മേടിക്കാം, അവിടെ പോയിട്ടും കൂടെ പോകാം. ഞങ്ങൾ ഇവിടുന്ന് രാത്രിയായി 8 മണിയായി അവിടെ ചെല്ലുമ്പോൾ. അവിടെ ചെന്ന് പേരമ്മയോട് പറഞ്ഞു, ഇന്നതാണ് എൻ്റെ അവസ്ഥ, ഈ കുഞ്ഞിനെ ഒരു താമസിക്കാൻ ഇങ്ങനെ പോവുകയാണ്, വെളിയിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എവിടെ ആ സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു UK. അന്നേരം പറഞ്ഞു, എൻ്റെ കൊച്ചുമോളും അവിടെയല്ലേ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപ്പം മൂത്തയാൾ +2 പഠിക്കുന്ന കൊച്ച് പോയിട്ട് വന്നതേ ഉള്ളൂ. അവന് ഓണത്തിനെല്ലാം പോയിട്ട് വന്നു. തന്നെ ഞാൻ പറഞ്ഞു, തന്നെ വരുമോ? അപ്പം എൻ്റെ ജീവൻ ഇവിടെ നല്ലൊരു ഏജൻസി ഈ കൊച്ചിന് എൻ്റെ ജെറിന് കിട്ടിയേക്കുന്നത് UK തന്നെയാണ്, അതുകൊണ്ടാണ് താമസസ്ഥലം ഒന്നും ആകാതെ പോയേ. അന്നേരത്തേക്കിനും ഭയങ്കര സന്തോഷമായി. എനിക്കിത് കേട്ട് എൻ്റെ മാതാവ് അവിടെ എന്നെ കൊണ്ട് എത്തിച്ചു. ഇവന് 3 മാസം താമസിക്കാൻ 3 ദിവസം ചോദിച്ചതിന് എൻ്റെ മാതാവ് 3 മാസത്തേക്ക് താമസിക്കാൻ ഇടം നൽകി അനുഗ്രഹിച്ചു. ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിൽ എഴുതി വെച്ചതും സാധിച്ചതുമായ കാര്യം അതാണ്. രണ്ടാമത് ഭർത്താവിന് വിട്ടുമാറാത്ത ചുമയാണ്. ഞങ്ങൾക്ക് പാട്ടക്കാടാണ്, ഒരു 15 കിലോമീറ്റർ വണ്ടിക്ക് ദൂരെ പോകണം. വണ്ടി ഓടിച്ച് പോകേണ്ട സമയത്തെല്ലാം ഈ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടിങ്ങനെ ചുമയാണ്. 5 മിനിറ്റ് നിന്ന് ശ്വാസം പിടിച്ച് ചുമക്കുന്ന ഒരു ചുമയാണ്. കിടക്കും സന്ധ്യ ആകുമ്പോഴും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ 2ാമത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചത്. എൻ്റെ മാതാവ് അതെങ്ങനെയോ മാറ്റി, ഒരു കുഴപ്പമില്ല. മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം അത് മാറിക്കിട്ടി. പാട്ടക്കാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ദൂരം പോവുകയും ചെയ്യണം, മനസ്സിനൊരു സമാധാനമില്ല. ഞങ്ങളവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാണ്, ഇതും കൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല, പണിയാനല്ലാതെ ഇതും കൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് 2 പേരും കൂടെ പറമ്പിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. മാതാവേ ഞങ്ങൾ എന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുകയാണ്, ഉപ്പുണ്ടെങ്കിൽ ഇടാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവിനോട് ഉപ്പുണ്ട്? അപ്പോൾ പറഞ്ഞ് 2 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇത്രയും 2.5 ഏക്കർ ഇടാൻ അത് മതിയാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയുന്നു, 1 നുള്ള് ഉപ്പെടുത്ത് ഒരേലത്തിൻ്റെ നടുക്ക് ഇട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരും 2 സൈഡിൽ കൂടെ പോയി ഇത് പ്രാർത്ഥിച്ചു. ഏറ്റവും ലാസ്റ്റ് മിച്ചം വന്നെന്നാണ് പറഞ്ഞു ഒരു ബോട്ടിൽ. ഭർത്താവിനത് സൈഡിൽ കൂടെ ഇടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് ആ പറമ്പിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം. ഞങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്നല്ല, ആ കാട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. മാതാവ് അതിൻ്റെ രോഗപാഠങ്ങൾ മാറ്റുകയും ചെയ്തു, ആദായം നൽകുകയും ചെയ്തു.
പിന്നെ ഈ പാട്ടത്തിന് സ്ഥലം കൊടുക്കാനായിട്ട് ഈ കൊച്ചു ഓൾറെഡി ജനുവരി പോയതുകൊണ്ട് 20 ലക്ഷം രൂപ ലോൺ എടുത്തേക്കുന്നു. അന്നേരം പിന്നെ അവിടുന്ന് പലിശ എടുത്താണ് നമ്മൾ ആ റൗണ്ട് കൊടുത്തത്. തന്നാണ്ട് പൈസയാണ് ഞങ്ങൾ പാട്ടത്തിന് കൊടുക്കേണ്ടത്. അന്നേരം ഞങ്ങളത് കൊടുത്തു. രണ്ടാമത്തെ തവണ ഇതുപോലെ കൊടുക്കേണ്ട 4ാമത്തെ പുതുക്കലിനാണ്. അപ്പം നമുക്കിത് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ പൈസ ചിലപ്പോൾ ഞാൻ അത് അവനോട് പറയുമായിരുന്നു, എനിക്ക് ഇവിടെ വരുന്നതിലും കൂടുതൽ ഞാൻ ഇവിടെ വന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ വീടുകളിൽ വരുന്ന ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, മാതാവേ ഞാൻ ഇന്നത് കാര്യത്തിന് ഞാൻ വരുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് പാട്ടക്കാരോട് ഇനി അവധി പറയാൻ അനുവദിക്കല്ലേ അമ്മേ, എനിക്ക് അതും പൈസ റെഡി ആക്കി തരണേ മാതാവേ, ഇനി പലിശയ്ക്ക് എടുക്കാനും പറ്റത്തില്ല, ഇത്ര ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് വന്നപ്പോൾ അന്ന് ഞങ്ങൾ വരിക ഉടമ്പടി 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുവാണ്. അപ്പോൾ ഇതാണ് മനസ്സിലുള്ളതും പ്രാർത്ഥനയും. അങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴി വാഗമൺ കഴിഞ്ഞപ്പോഴത്തേന് ഒരിക്കലും ഇല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് ഈ ഭർത്താവിന്. ഗ്യാസ് കയറുകയും അങ്ങ് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുകയല്ല. ഞങ്ങളിങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഒരു വിഷമത്തിൽ ഞങ്ങൾ വരുവാണ്. ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നു. ഞാൻ അവിടുന്ന് വന്ന് കയറിയത് ഞാൻ ഉടമ്പടി ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ പള്ളിക്കകത്ത് കയറിയിരുന്നു. അകത്തോട്ട് കയറിയിരുന്നപ്പോഴത്തേക്കിനും ഞാൻ കണ്ണ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തേക്കുന്നു വലിയൊരു രൂപ. എൻ്റെ അമ്മ എനിക്കത് പേടിയായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ ഇതെന്താ ഇങ്ങനെ? അന്നേരത്തെ പറയും, മാതാവ് അനുഭവിച്ച ഒരു സങ്കടം നിനക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്നും ഈ പള്ളി വരുമ്പോൾ ഇങ്ങനെ ഒരു രൂപ ഞാനിവിടെ തപ്പും, ഞാനത് കണ്ടിട്ടേ ഇല്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ എനിക്ക് മാതാവ് ദർശനം തന്നു. അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയും ഒരിക്കലും ഞങ്ങൾ ഇത്രയും വർഷക്കാലം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാ, ഒരു കൃഷിഭവനിൽ നിന്ന് ഞങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല. ഞങ്ങളിങ്ങ് പോകുന്ന വഴി തന്നെ കൃഷിഭവനിൽ നിന്ന് ഒരു സാറ് വിളിച്ചേക്കുന്നു, കാർഷിക വായ്പ തരാം എന്നതുപോലെ. അപ്പം ഇപ്പം ഭർത്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഓൾറെഡി 20 ലക്ഷം രൂപ ലോണുണ്ട്, അതിൻ്റെ ഇടയിൽ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കരമടച്ച രസീതുമായിട്ട് വാ, അപ്പോൾ അതെല്ലാം വാങ്ങിക്കില്ലാന്ന് പറഞ്ഞു. നിങ്ങൾ നാളെ വാങ്ങി വാ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ വന്നു. ഞങ്ങൾക്ക് പറഞ്ഞതിലും കൂടുതൽ പൈസയും തന്നു. കുറഞ്ഞ സ്വർണ്ണയും പണയും വെച്ചാൽ ഞങ്ങൾക്ക് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച പോലെ എനിക്ക് അവിടെ ഒരു അവധി പറയാതെ ആ പൈസ പാട്ടക്കാരന് കൊടുക്കാനും ഈ 2ാമത്തെ ആൾക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കാനും മാതാവ് ഒരു വഴി കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾക്ക് വെള്ളമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളത്തിന് ഞങ്ങൾക്ക് 1 കിലോമീറ്റർ അകലെയാണ് വേറൊരാൾ വെള്ളം തന്നേക്കുന്നത്. വെള്ളം തരുന്ന ആൾക്ക് കുഴപ്പമില്ല. ഓസ് ഇട്ടേക്കുന്നിടത്ത് 2 വശത്തും വെട്ടും. എപ്പോഴും ഓസ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. മോട്ടർ ഓണാക്കിയിട്ട് ഓടി പോകേണ്ട വരും. വെള്ളം വന്നില്ല. അതിരും വഴി ചെല്ലുന്നത് കണ്ടാൽ അവർ വഴക്കും പറയും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊക്കെ ഭർത്താവ് വന്നപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടു. എന്നാ ചെയ്യും? ഞങ്ങൾ ആദ്യമേ വെറുതെ ഇവിടെ സ്ഥലം മേടിച്ച സമയത്ത് ഞങ്ങളിവിടെ ഒരു കുഴൽക്കിണർ കുത്തിപ്പാട് മുഴുവൻ ചേറായിരുന്നു. അതുകൊണ്ട് പലിശയ്ക്ക് എടുത്ത് നമ്മളങ്ങനെ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ എന്നാ ചെയ്യും എന്നോർത്ത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ഈ കടയെല്ലാം നിൽക്കുക, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മനസ്സിൽ തോന്നുക കുഴൽക്കിണർ കുത്തുക. ഞാൻ നിരന്തരം ഭർത്താവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, നമുക്കൊരു കുഴൽക്കിണർ കുത്തണം. അന്നേരം പറഞ്ഞു, ഒന്ന് കുത്തിയ അനുഭവമില്ല, ഇനി എങ്ങനെ സാധിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പൈസയോ? ഞാൻ പറഞ്ഞു, അത് മാതാവ് തരും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുത്താൻ എൻ്റെ ശല്യം കാരണം സമ്മതിച്ചു. മനസ്സോടെ ഭർത്താവ് സമ്മതിച്ചു. അന്ന് വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആളെ വിളിക്കാൻ പോയി. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഏലത്തിനകത്തോട്ടൊന്നും നമുക്ക് വേണ്ട മാതാവേ, സാധനം നമുക്ക് ഈ നടുമിറ്റത്തായാലും ഒരു കുഴപ്പമില്ല മാതാവേ, ഇവിടെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു സൈഡ് തൊട്ട് ഇങ്ങനെ ഉപ്പും ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ മണ്ണും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. മണ്ണും ഉപ്പും കൊണ്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നിർത്തിയ സ്ഥലത്ത് നിർത്തി. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് മാതാവിനോട് ഇരുന്ന് ആ ആൾ വന്നപ്പോൾ ഉണ്ട് ഞാൻ ഉപ്പിട്ടടം മാത്രം, എനിക്ക് എൻ്റെ മാതാവിന് മാത്രം അറിയാവുന്ന കാര്യം. അതുപോലെ ആ ഉപ്പിട്ട സ്ഥലത്ത് തന്നെ അവിടെ വന്ന് നിന്ന് അവിടെ സാധനം കാണാം, ഒരു ശല്യവും ഇല്ലാതെ ഞങ്ങൾക്ക് വണ്ടി കയറുന്നതിന് മറ്റുള്ള ഒരു തടസ്സമില്ലാതെ അവിടെ 500 അടിക്ക് താഴെ തമ്പുരാൻ വെള്ളവും തന്നു. 2 മാസത്തിനുള്ളിൽ ആ കടവും വീട്ടാൻ തമ്പുരാൻ സഹായിച്ചു. മാതാവ് ഒരു വഴി ഒരുക്കി തന്നു. ഈ കൊച്ചിനെ UK ലൈസൻസ്. എന്നിട്ട് എന്ത് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓർത്ത്, ഇവൻ ഇവിടെയൊക്കെ വണ്ടി ഓടിച്ച് നടക്കുന്നതല്ലേ, കിട്ടും, അതിന് വലിയ പാടൊന്നുമില്ല എന്ന് വിചാരിച്ചു. വലിയ പ്രാർത്ഥന ഇതൊന്നും ചെയ്തില്ല, കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യം പോയി. അന്നേരത്തേനും അവൻ വിളിച്ച് പറഞ്ഞു, അമ്മേ 2ാമത് ഞാൻ എടുത്തിട്ടുണ്ട്, ഇന്ന ദിവസമാണ് ആദ്യത്തെ പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കാൻ, ഞാൻ ഈ നമ്മുടെ വണ്ടിയെ കയറിയിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചോളാം, വിശ്വാസപ്രമാണം ഇങ്ങനെയൊക്കെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ അതുപോലെ ചെയ്തോളാം, നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഈ കൊച്ചു ആ സമയത്ത് മെസ്സേജ് ഇട്ടു. 2ാമത് വന്നിട്ട് ഞാൻ വച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് കാറിൽ കയറിയിരുന്ന് തൈലം തൂത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വഴി ഇത്തവണയും പൊട്ടി. ഇത് തന്നെ മനസ്സ് നിറഞ്ഞു വരിക, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇത്തവണയും പൊട്ടി. ഇവൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ വന്നിട്ട് തിരി ഊതിയപ്പോഴത്തേന് വിളി വന്നു, അമ്മ ഇത്തവണയും പൊട്ടി. ആ കാണിച്ച പോലെ തന്നെ വന്നു.
അന്നേരത്തെ സാധനപ്പോഴത്തേക്ക് ഞാൻ ഇവനങ്ങ് സങ്കടമായി, ഇനി അടുത്ത ഉടനെ അങ്ങ് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു അടുത്തത് നോക്ക്. അന്നേരത്തെ ഞാൻ പറഞ്ഞു ഇനി ഒരു വണ്ടിക്കാണെങ്കിലും ഇവിടുത്തെ 3000 രൂപ വേണം അവിടെ അടയ്ക്കണേ, എന്നാലേ വണ്ടി കിട്ടുള്ളൂ, ഇൻഷുറൻസ് ചെയ്താലേ വണ്ടി കിട്ടുള്ളൂ എന്നൊക്കെ ഇവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, ആ 3000 രൂപ നീ പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് അയക്ക്, ഞാനിവിടെ പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ മാർഗ്ഗമില്ലാത്തവർക്കോ അങ്ങനെയുള്ളവർക്കും ഞാൻ കൊടുക്കാം, നീ അതിങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ച് അതുപോലെ ചെയ്തു. എന്നിട്ട് അടുത്ത പ്രാവശ്യത്തെ ഇതിന് ഇവന് കിട്ടുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഹെവി ലൈസൻസും കിട്ടി. അങ്ങനെ തമ്പുരാൻ അനുഗ്രഹിച്ചു. മെക്കാനിക് രണ്ടാമത്തെ ആൾക്കാണ് പിന്നെ അടുത്തത്. അവന് ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരുന്നത്. ഞാൻ വെച്ചതിലും കൂടുതൽ എൻ്റെ മാതാവ് ഈ പള്ളി വരുന്നതാണ്. ഈ പള്ളി വരുമ്പോൾ ഞാൻ അന്ന് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വരുന്നിടം വരെയും പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ചിങ്ങ് കയറുന്ന പോലെ ഒരു സന്തോഷമാണ് എനിക്ക് വേറെ പറയാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം, ഇവിടുന്ന് പോകാനും ഇഷ്ടമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കൊച്ചിന് എല്ലാവരോടും ഞാൻ ഈ ഓരോ ഉടമ്പടി നമുക്ക് പുതുക്കുമ്പോൾ ഞാൻ ചോദിക്കും, മൂത്ത ആളോട് ചോദിക്കും എന്നാ ചെയ്യേണ്ടത്, നിനക്ക് എന്നതാ വേണ്ടത്, നിൻ്റെ കാര്യം ഞാൻ എന്നതാ എഴുതണ്ടേ, മാതാവിനോട് പറയേണ്ടതെന്ന് ചോദിക്കും. ഭർത്താവിനോട് പറയും. അത് അന്നേരം കൃഷിയുടെ ഇടപാടുകൾ മാത്രമേ പറയുള്ളൂ, സ്വന്തമായിട്ടൊന്നും പറയത്തില്ല. പിന്നെ ഈ കൊച്ചാണെങ്കിലും അവൻ്റെ ഉപരിപഠനം പഠനമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്തൂടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊതിവൻ ഒന്നും പറയത്തില്ല. അപ്പം ഞാനോർത്ത് എൻ്റെ മാതാവ് ഇവനെ ഒന്നാമതാക്കണം, ഒന്നിനും സപ്ലൈ ഒന്നും കിട്ടാതെ എൻ്റെ മാതാവ് ഇതിനെ ഒന്നാക്കണം. അമൽ ജ്യോതി കോളേജിൽ പഠിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ കഴിഞ്ഞ് കഴിവുള്ള ഒരുപാട് പിള്ളേർ അവിടെ ഉണ്ട്. അമ്മ ഇവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്ന് 6ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞങ്ങൾ ഇവിടെ വരുന്നു. ഉടമ്പടി പുതുക്കി അന്ന് എൻ്റെ കൂടെ ആളുകളുണ്ട്, ഞാൻ ആളുകളെയൊക്കെ കൊണ്ടുവരാറുണ്ട് ഉടമ്പടി എടുക്കാനൊക്കെ. അന്നേരം അവർ പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എടാ മൂത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അവനും കൂടെ പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നു. ഈ കൊച്ചിനോട് ഞാൻ ചെന്ന് ചോദിച്ചു എനിക്ക് ഇതിൻ്റെ ഇത് തരാൻ പറ്റും, അച്ഛനെ ഒന്ന് കാണണം. അത് വേണ്ട, അവനോട് ഓൺലൈൻ എടുത്ത് ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചോ, അത് മതിയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്ന് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഈ ഇവൻ്റെ വിജയം കാണിച്ചു തരുന്നത്. മൂത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ വരുമ്പോൾ എനിക്ക് രണ്ടാമത്തെ ആളുടെ വിജയം ഇങ്ങനെ കാണിച്ചു തരുക. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞേടാ നിന്നെയാണ്, എനിക്ക് അവന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, നിൻ്റെ വിജയമാണ് എനിക്ക് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു നമുക്ക് എന്നാൽ ഇവിടം വരെ വന്നാൽ ആർത്തിങ്കപ്പള്ളി കൊണ്ടൊന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആർത്തിങ്കപ്പള്ളി പോയി അവിടെ ഇറങ്ങി ആ ക്യാൻറ്റീനിൽ കയറിയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയിരുത്തതിനും ഇവൻ്റെ റിസൾട്ട് വന്നു. ഇവൻ ഒന്നാമതായിട്ട് മാതാവ് അങ്ങനെ ഉന്നത വിജയം തന്നു. മാതാവ് അനുഗ്രഹിച്ചു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം വിൽപ്പന എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 5ാമത്തെ പുതുക്കൽ വന്ന് അച്ഛനെ കണ്ട് കാശ് രൂപം വാങ്ങി അത് കൊണ്ടുവച്ചു. സാധാരണ ഉപ്പിടുകയൊക്കെ ചെയ്തു. എന്നിട്ട് അത് അപ്പോൾ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കിനും എന്നോട് അയലോക്കത്തുള്ളവർ പറഞ്ഞു ഇതുപോലെ അപ്പുറത്ത് വരെയും സ്ഥലം മേടിച്ച് വീട് വെക്കുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇതും കൊടുക്കാനിട്ടേക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ നമ്പറുണ്ട് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ വീട്ടിൽ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു 15 സെൻറ്റ് സ്ഥലം ഇപ്പം എത്ര പട്ടയം ഉള്ളതാ എന്നെല്ലാം പറഞ്ഞു. എന്തായാലും പറഞ്ഞു പട്ടയത്തിൻ്റെ കോപ്പി ഒന്നിട്ട് തരാൻ പറഞ്ഞു. പട്ടയത്തിൻ്റെ കോപ്പി ഇട്ട് കൊടുത്തപ്പോൾ 13.5 സെൻറ്റേ ഉള്ളൂ. ഇയാൾ പറഞ്ഞാലും വില താഴ്ത്തി. അന്നേരം ഭർത്താവിനൊരു സങ്കടം, ഇത്രയും വിലയ്ക്ക് അത് കൊടുത്താൽ ശരിയാകില്ലല്ലോ, ഇച്ചിരൂടെ വില കിട്ടും നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് വിട്ടു. അന്നേരം വില പറഞ്ഞ് അത് പോയി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 9ാമത്തെ പുതുക്കിയിട്ട് ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഒരു യോഗ്യതയിൽ ആ കച്ചവടം നടക്കത്തില്ല. കാരണം കോളനിയാണ്, വേറൊരു നല്ല ഒരാളുകൾ വന്ന് അവിടെ മേടിക്കാനും പാടാ, എന്താ അവിടെയുള്ളവർക്ക് മേടിക്കാനും നിവർത്തിയില്ല, അവരെയുള്ള വേസ്റ്റും എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്നാ ചെയ്യണം? അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ ഞാൻ ഇനി 10ാമത്തെ ഇനി അടുത്ത പുതുക്കൽ കഴിഞ്ഞ് വരുന്ന വഴി എനിക്കിത് ഇങ്ങനെ ഒന്ന് കേൾക്കാനിടയാകണേ മാതാവേ. ഈ സ്ഥലം ഇത്ര വിലയ്ക്കാണ് ഇങ്ങോട്ട് എടുത്തോളാം. ഒരാൾ അങ്ങനെ പറഞ്ഞു മാതാവേ, ഈ വില ഇത് മതി, ഇതിനുള്ള യോഗ്യത ഉള്ളെന്ന് ഞാൻ വരുത്തോളാം. എൻ്റെ അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തരണം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അമ്മ ആ അത്ഭുതം സൃഷ്ടിച്ച അമ്മ ആ കുടുംബത്തെ രക്ഷിച്ച പോലെ എൻ്റെ ഈ കുടുംബത്തെ രക്ഷിക്കണേ. ഞങ്ങൾക്കിത് വിൽക്കാനും ഇതിൻ്റെ പുറകെ നടക്കാൻ ഒന്നും സാധിക്കുന്നില്ല, അമ്മ വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ, അമ്മ എന്നെ സഹായിക്കണേ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവ് അത് ഇതുപോലൊരു എങ്ങനെ വെച്ചാൽ 4-ാം തീയതി 4:45 ആയപ്പോഴത്തേക്കിനും ഇതുപോലെ തന്നെ ഒരാൾ ഇങ്ങോട്ട് ഭർത്താവിനെ വിളിച്ചു. ഭർത്താവ് കുളിക്കാൻ ഇറങ്ങിയ സമയമായിരുന്നു. അന്നേരത്തേനും ഇങ്ങോട്ട് വിളിച്ചു, എന്നാ ഇത്ര രൂപയ്ക്കാണ് ഇത് എടുത്തോളാം എന്ന് പറഞ്ഞ്. അതാണ് എൻ്റെ ചെവിക്ക്. എന്നിട്ട് സ്പീക്കർ ഇട്ടു. എനിക്ക് ചോദിന് മനസ്സിലാകുന്നില്ല ആരാ എന്താ എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ സ്പീക്കറിലിട്ട് കഴിയുമ്പോഴത്തേന് ഇത്ര രൂപയ്ക്കാണ് ഇത് എടുത്തോളാം, 6.5 ലക്ഷം രൂപയ്ക്കാണ് ഇത് എടുത്തോളാം എന്ന് പറയാം. അപ്പം ഭർത്താവ് പിന്നെ വില കൂട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ആംഗ്യം കാണിച്ച് പറഞ്ഞു ഇത് മതി, ഇത് ഉറപ്പിച്ചോളാം പറഞ്ഞു.
അങ്ങനെ ആ മനുഷ്യനും വലിയ സന്തോഷമായി. അയാളും പറഞ്ഞ വിലയ്ക്ക് തന്നെ ഇതാണ്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞേക്കുന്നത് എനിക്കും മാതാവിനും മാത്രം അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി നമുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഉറപ്പിച്ചു. അത് 2 മാസം എന്നൊക്കെ പറഞ്ഞ് പൈസ തരാൻ 2 മാസമാകും പിടിന്ന് 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഇടപാട് മാതാവ് തീർത്ത് തന്നെന്നുള്ളതാണ് വലിയൊരു സാക്ഷ്യം. പിന്നെ ഇവന് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഞാൻ അന്ന് ഉടമ്പടിയാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചാൽ എന്താ ഞാൻ ചെയ്യണ്ടേ, ഞാൻ അമ്മ പറഞ്ഞാൽ മതി, എൻ്റെ മനസ്സ് തോന്നിച്ചാൽ മതി, ഞാൻ അതുപോലെ ചെയ്യാം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഈ കൊച്ചിന് രണ്ടാമത്തെ ആൾക്കും ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുമുമ്പ് ഇവന് IELTS അവനും പോയായിരുന്നു. അന്നേരം ഞങ്ങൾ ഈ തൊടുപുഴ, അത് എഴുതിയിട്ടില്ല, തൊടുപുഴയിൽ കൊണ്ടാണ് ഇവനെ വിട്ടിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വന്നിരുന്നു. മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഇവൻ പരീക്ഷ എഴുതാൻ എഴുതുന്നേ ഉള്ളൂ. മാതാവ് എനിക്ക് മാർക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ കാണിച്ചു തന്നു, 6.5 എന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എന്നിട്ട് അവനോട് അവിടെ ചെന്നതേ പറഞ്ഞു, മാതാവ് എനിക്ക് കാണിച്ചു തന്ന മാർക്ക് ഇതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്ക് അങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ അത് എനിക്ക് ഇവിടെ വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ എല്ലാ കാര്യവും നടക്കുന്ന എല്ലാത്തിനും എനിക്ക് ഇവിടെ വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ ഭാരമായിട്ട് മനസ്സിന് ഭാരമായിട്ട് ഞാൻ ഇവിടെ വന്നാലും ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു സന്തോഷത്തോടെയാണ് എനിക്ക് പോകാൻ കഴിഞ്ഞേക്കുന്നത്. പിന്നെ ഈ കൊച്ചിനെ കൂടെ ഞാൻ ഒരു ഉടമ്പടി എടുപ്പിച്ചു. ഞാൻ 10ാമത് പുതുക്കിയാന്ന് ഈ കുഞ്ഞിനെ ഉടമ്പടി എടുപ്പിച്ചു. എന്ന് ഭർത്താവ് വന്നില്ലായിരുന്നു, പള്ളിക്ക് കണക്കൊണ്ട് പോകേണ്ട, പുള്ളി വന്നില്ല. അപ്പം ഞങ്ങൾ വേറെ ആളും കൂടെ ഉണ്ട്, ഉടമ്പടി എടുക്കാൻ ഞാൻ കൊണ്ടുവന്ന് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അന്നേരം ആ ആളും ഞങ്ങൾ പോയി. അവിടെ ഞാൻ കട്ടപ്പന വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് എല്ലാം അങ്ങ് ഭയങ്കര ക്ഷീണമായിട്ട് വന്നു. അന്നേരത്തേനും ഭർത്താവ് ഞങ്ങൾ ഇതുപോലെ 2:30 ആകുമ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോൾ അന്നേരം ഇപ്പോൾ എവിടെ ഇത്ര മണിയായപ്പോൾ വന്നു ഇതെല്ലാം ചോദിച്ചു. ഇവൻ വണ്ടി തിരിച്ചിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നു, ഇതുപോലെ ഉടമ്പടി എടുത്ത് ടോക്കൺ കിട്ടിയത് അന്നേരം 122 എന്നെല്ലാം പറഞ്ഞ് 5:30 ആയപ്പോൾ വന്നിട്ടിതാ എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേന് ഇവന് ഇങ്ങോട്ട് വണ്ടി കയറ്റിയിട്ടിട്ട് ഇങ്ങനെ വാതപ്പടിയിലേക്ക് വന്നു. ഇതന്നെ ഇവിടെ റോജാപ്പാക്കിൻ്റെ മണം, അവന് പപ്പ പാക്കിട്ടോ വയൽ, ഇതന്നെ ഭയങ്കര മണം. അപ്പോഴത്തേനും ഇത് പറയുമ്പോഴത്തേനും എനിക്കും അതുപോലെ മണം വന്ന് റോജാപ്പാക്കിൻ്റെ മണം. എന്നിട്ട് ഇവൻ വന്ന് ഞാൻ പറഞ്ഞു ഇടാ മാതാവാടാ എന്ന് പറഞ്ഞു. അടുത്ത് ഇവന് എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം ഇവൻ ആദ്യം വന്നു. എന്നിട്ട് ആ ഹാളിലിരുന്ന് ഭർത്താവിന് ഈ മണം വന്നില്ല. അന്നേരത്തേനും ഇത് അവിടെയെല്ലാം ഈ ഓടിപ്പോയി നോക്കുക, ഇത് എവിടുന്ന് ആവില്ല സോപ്പ എല്ലാം ആണോ, എല്ലായിടത്തോടെയും പോയി ഭർത്താവ് ഓടി നോക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എന്നാൽ ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടിനും വരുന്നുണ്ട്, എന്നാൽ ഇവിടെ വന്നിരിക്കുക. അപ്പോൾ അതുപോലെ മണം. അതിന് കുറേ നേരം അങ്ങനെ നിന്നു. അമ്മ മാതാവ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും, അമ്മേ കൂടെ വരണേ. ഈ 10 ഉടമ്പടിക്ക് എൻ്റെ കൂടെ ഇവൻ്റെ കൂടെ മാതാവ് വന്നു, അത് വീട്ടിൽ വന്നു, അത് വലിയൊരു സന്തോഷം. ഞാൻ അച്ഛൻ്റെ കേൾക്കുകയും ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞാൻ കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ സാക്ഷ്യമാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിൽ ഒരുപാട് പേര് ഏലക്കാട്ടിലും ഒക്കെ കായെടുക്കാനും ഒക്കെ വരുമ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒത്തിരി പേരോട് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു. പിന്നെ മാതാവിനോട് ഞാൻ ഉടമ്പടിയിലെല്ലാം വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയി, എനിക്ക് ഇവിടുത്തെ സാക്ഷ്യം പറയാൻ പറ്റും. ഇത് ഞാൻ ഒരുപാട് ഉടമ്പടിയിൽ എഴുതുകയോ എല്ലാം ചെയ്തു. മാതാവേ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയത്തില്ലാതെ പറ്റിപ്പോയതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉടമ്പടിയിൽ എഴുതിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റണേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും പറയാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഒരു പള്ളിയിൽ ഒരു ബൈബിൾ വായനയ്ക്കൊക്കെ കയറിയാൽ എന്നെ വിറച്ച് എനിക്കിത് പറയാൻ പറ്റാത്ത ഒരാളാണ്. ഇത്രയും പറഞ്ഞാൽ എൻ്റെ 1000 നന്ദി ഞാൻ പറയുവാണ്. എന്നെ സംബന്ധിച്ച് എന്നെ അറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ അവസ്ഥ. അങ്ങനെയൊക്കെ പള്ളിയിൽ പോകും. പള്ളി എനിക്ക് ഇടദിവസം അധികം പോകാൻ സാധിച്ചിട്ടില്ല, എന്നാലും കഴിവതും പോകുന്നുണ്ട്. കുമ്പസാരം ഞാൻ 3 മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ 2 ആഴ്ച കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഞാനപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ടേ പോകുള്ളൂ, മുരയും കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ പറയും ഇത് വലിയൊരു സന്തോഷമാണ്. നമ്മൾ വലിയ ഭാഗങ്ങൾ പറഞ്ഞ് അത് കഴിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് മാതാവ് സാധിച്ചു തരുന്നില്ല. എന്തൊരു സന്തോഷമാണ് മനസ്സിന്. നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ പോയി സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ പത്രം കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ അനാഥ മന്ദിരത്തിൽ പോകാറുണ്ട്. ഒരു തവണ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ആശുപത്രികളിൽ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ പോവുകയും സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുക. ഈ കൊച്ചും പൈസ അന്ന് മുതൽ ഇവൻ മാറ്റി വെച്ചേക്കുന്ന പൈസ അന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നായാലും നിനക്ക് ഒരു പണിയുണ്ട്, ഇത്ര രൂപ നീ മാറ്റി വെച്ചേക്കണമെങ്കിൽ തരണം എന്ന് പറയും. ഞങ്ങളും അങ്ങനെയൊക്കെ ഓരോ രോഗികൾക്ക് കൊണ്ട് കൊടുക്കുകയും അനാഥ മന്ദിരത്തിൽ പോവുകയും അരിയും പച്ചക്കറി സാധനങ്ങൾ അങ്ങനെ വേണ്ടത് എന്താണെന്ന് അറിഞ്ഞിച്ച് വന്ന് വാങ്ങിച്ചു കൊടുക്കുകയും രോഗികൾക്ക് മരുന്ന് ഇല്ലാത്തവർക്കും അങ്ങനെ ആഹാരം ഇല്ലാത്തതൊക്കെ ആളുകളുണ്ട്, അവർക്കൊക്കെ എന്നെ കഴിയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കൊച്ചും ഞങ്ങൾ ഒരുമിച്ച് അതുപോലെ ചെയ്യുന്നുണ്ട്. പത്രം ഞാൻ കഴിവതും ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വന്ന ഇടയ്ക്ക് കൊണ്ടുപോകാനെല്ലാം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ വെച്ചിരുന്നു.
അന്നേരത്തേക്കിനും ആ ഒരു ആൻറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറച്ച് ഉള്ളൂ, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെയൊക്കെ. അന്നേരം നീ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ കൊടുക്കുക. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് ഭാഗത്ത് ചെയ്ത പണി അതാണ്. പിന്നെ ഞാൻ ഒരു പത്രം ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ ഓരോ വീടുകളിലും എല്ലായിടത്തും കമ്പത്തും തമിഴ് പത്രം മേടിച്ച് കമ്പത്ത് കൊണ്ട് ഓരോ വീടുകളിൽ കൊടുക്കും. എവിടെയെല്ലാം നമ്മൾ പോകുന്നത്, നമ്മൾ ഇത്രയും ദൂരം ഇങ്ങനെ വണ്ടി ഓടിച്ച് ഡെയിലി പോകുന്നതാണ് സ്ഥലത്തൊക്കെ. അന്നേരം അവിടെയൊക്കെ കാണുന്ന പല വഴിയിലും പോയി എല്ലാ ആളുകൾക്കും കൊടുക്കാറുണ്ട്. കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അടുത്തുള്ള ആളുകളോടെല്ലാം ഞാൻ അയൽവക്കക്കാരോടൊക്കെ പത്രം കൊടുക്കുമ്പോൾ ചിലർ പ്രായമായവർ വാങ്ങിക്കത്തില്ല. അവർ പറഞ്ഞു എനിക്ക് കണ്ണും കാണത്തില്ല, ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന രോഗങ്ങളൊക്കെ ഉള്ളത് എനിക്കറിയാവുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതുപോലെ ചെയ്യാം, മാതാവിൻ്റെ പത്രം മേടിച്ച് നിങ്ങളിത് പ്രാർത്ഥിക്കുക. എത്ര പേരെയാണ് മാതാവ് ഇതുപോലെ അനുഗ്രഹിച്ചേക്കുന്നത്, നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവരിപ്പോൾ എന്നെ കഴിഞ്ഞും നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിനെ അതുപോലെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നേർച്ച സാധനങ്ങളെല്ലാം എന്നോട് ചോദിക്കാറുണ്ട്. പിന്നെ തൈലമൊക്കെ ചോദിച്ച ആളുകൾ ഇങ്ങോട്ട് വരുക. ഞാൻ അയൽവക്കത്തുള്ളവരോട് അത്രയധികം പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം ഇവർ വായിക്കുന്നെന്ന് നമുക്കൊരു ഉറപ്പ് വരുത്തണ്ടേ. പത്രം വായിച്ച് കഴിയുമ്പോൾ എന്താ വേണ്ടതെന്ന് സാക്ഷ്യത്തിൽ ആളുകൾക്ക് അറിയില്ല. അന്നേരം ഓടി വരും എൻ്റെ അടുത്ത്, ഇതുകൂട്ട് വേണം, നേർച്ച തൈലം തരാവോ, ഉപ്പ് തരാവോ, കശുരവും കൊണ്ട് തരാവോ, ഇങ്ങനെ എല്ലാ സാധനവും ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും 1000 നന്ദി ഈശോയ്ക്കും മാതാവിനും പറയുന്നു. പിന്നെ ഞാൻ ഇതിൽ എഴുതാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ എനിക്ക് കുറേ പാവയ്ക്ക ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ എല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് കൊണ്ട് ഉണക്കാനിട്ട സമയത്ത് ഞാൻ മാതാവിനോട് പോയി ഇങ്ങനെ പറയും. എൻ്റെ മനസ്സിൽ ഒന്നും തോന്നില്ല. അച്ഛൻ പറഞ്ഞ പോലെ ഡെലിവറിക്ക് ചൂട് ചോറും അജിങ്ങാപ്പയറും വേണമെന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ UK കൊച്ചിന് ഇത് 2 കഷ്ണം കിട്ടുമായിരുന്നേ, അത് വർദ്ധിച്ചിട്ട് കഞ്ഞി കുടിക്കാതെ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ 3-ാം പൊക്കം ഞാനിത് ഉണങ്ങി കൊണ്ടുവന്ന് വെച്ചു. 3-ാം പൊക്കം ഇതേ ഒരു വിളി വന്നേക്കുന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ, ഈ പാട്ടക്കാർ സുഹൃത്തെ കോട്ടയത്ത് തമ്മിൽ താമസിക്കുന്നത്, ഞാൻ ഈ പാട്ടക്കാരുടെ അടുത്തേക്ക് വന്നേക്കാം, 2 കിലോ സാധനം എൻ്റെ ഒരു പെങ്ങൾ പോകുന്നുണ്ട് UK. അപ്പോൾ 2 കിലോ സാധനം വേണേ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മ ഇതിൽ പരം സന്തോഷം എന്നായിരിക്കുന്നു. തുള്ളി ചാടി ഞാൻ ഈ പാവയ്ക്കായും അതും ഇതെല്ലാം സാധനം 2 കിലോ അടുത്ത് സാധനം ഇതിന് അവിടെ എത്തിക്കാൻ സാധിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മേ 2 മണിക്കൂർ യാത്ര ചെയ്യണം ഈ പാവയ്ക്ക എനിക്ക് മേടിക്കണമെങ്കിൽ, അത്രയും ദൂരം വണ്ടി മേടിച്ച് പോകുന്നപ്പോൾ പാവയ്ക്ക തിന്നായിരുന്ന പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴത്തേനും അവരോട് ഇത് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, ഇവൻ്റെ ഈ കൊച്ച് നിൽക്കുന്നതിൻ്റെ അടുത്ത് 1/2 മണിക്കൂർ അടുത്താണ് മലയാളം കുർബാന പള്ളി ഉള്ളത്. അന്നേരം അവർ ഞായറാഴ്ച അവിടെ വരുന്നുണ്ട്, അവിടെ വന്ന് ഇത് വാങ്ങിച്ചു ഇവിടെ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് അതും എനിക്ക് സാധിച്ചു തന്നു. എന്തെല്ലാം ഞാൻ ഇതിലും ഒരുപാടുണ്ട് പറയാൻ, എഴുതാത്തതൊക്കെ ഒരുപാട് അനുഗ്രഹം എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. എല്ലാത്തിനും 1000 നന്ദി അമ്മ മാതാവിനോട് പറയുകയാണ്. എന്നും എൻ്റെ മരണം വരെ ഞങ്ങൾ ഈ പിള്ളേരോട് പറയുന്നതാ, എനിക്ക് ഇവിടെ വരാൻ പറ്റണം, എൻ്റെ മാതാവിൻ്റെ അടുത്ത് എനിക്കിതുപോലെ നിൽക്കണം. ഞാൻ ഭയങ്കര ചീത്തയൊക്കെ പറയുന്ന ആളാണ്. അച്ഛൻ വന്നത് എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾ. ഇതൊക്കെ എങ്ങനെയോ പോയി എൻ്റെ വരുന്നത്, ഉടമ്പടി എടുത്ത പാടെ പോയി. പിന്നെ ഈ മുറുക്കും ഈ പണിക്കെല്ലാം പോകുന്നതുകൊണ്ട് ഇവരുടെ ഒക്കെ കൂടി മുറുക്ക്, ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ മാതാവ് എന്നിൽ നിന്ന് മാറ്റിയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ എല്ലാത്തിനും 1000